ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ മാതൃവേദിയുടെ വാർഷികമാണ്. ചെറിയ രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. സ്ഥാപിതമായ മാതൃവേദിയുടെ യൂണിറ്റ് ഇന്നും തന്നെ മാതൃകാപരമായ യൂണിറ്റുകളിലൊന്നായി പ്രവർത്തിച്ചു വരുന്നു. വരുന്ന വിവിധ സന്തോഷം വർദ്ധിക്കട്ടെ. ബഹുമാനപ്പെട്ട അത് ഇംഗ്ലീഷിൻ്റെ അധ്യക്ഷതയിൽ എല്ലാ മാസവും രണ്ടാമത്തെ ശനിയാഴ്ച 4 മണിക്ക് കൂടി മീറ്റിംഗ് നടത്തുന്നു. ഇക്കാര്യം ശനിക്ക് നല്ല ചർച്ച ഉദ്ഘാടനം നടത്തി വരുന്നു. 1-3 ഫെബ്രുവരി വരെയുള്ള വാർഷിക കണക്ക്. വരിസംഖ്യ 2820. ശരാബ്ദി നിർമ്മാണം 1945. പലിശ വരവ് 1426. തീർത്ഥാടനം 14 പള്ളി 26,950. സംഭാവന 3200. മുന്നീക്കിരിപ്പ് 3729. മുന്നീക്കിരിപ്പ് SBA കോഡ് 2050. മുന്നീക്കിരിപ്പ് FD 20,000. ആകെ വരവ് 69,260. ചിലവ് തീർത്ഥാടനം 23,752. സ്റ്റേഷനറി 4000. റിഫ്രഷ്മെൻറ്റ് 1065. പ്രസൻറ്റേഷൻ 2404. കാഴ്ച സമർപ്പണം 3000. 2404 കാഴ്ച സമർപ്പണം. ഫോർവേഡ് വിഹിതം 810. അതിരൂപത യാത്ര ചിലവ് 3400. ചെറുപ്പത്തിൽ വൈദികനാകണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. ഇടവകയിൽ ഒരു കപ്പയാരുടെ ഒഴിവ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ പണി കിട്ടിയാൽ കൊള്ളാം. എന്തായാലും എന്നും പള്ളിയിൽ പോകുന്നുണ്ട്. അതോടൊപ്പം കപ്പയുടെ പണി കൂടിയായാൽ ഒരു വരുമാനവുമായി. പ്രത്യേക ത്യാഗങ്ങൾ ഇല്ലതാനും തെങ്ങ് കയറ്റം നിർത്തുകയുമാകാം. ഇവിടെ എൻ്റെ മാനുഷിക ബുദ്ധി ശരിക്കും ഉപയോഗിച്ചു. ഞാൻ തെങ്ങ് കയറുന്ന ഞാൻ അവരോട് പറഞ്ഞു, പാരിഷ് കൗൺസിൽ കൂടുമ്പോൾ കപ്പ സ്ഥാനത്തേക്ക് എൻ്റെ പേര് പറയണം. കപ്പയാര് പണി കഴിഞ്ഞ് നിങ്ങളുടെ തേങ്ങായി വിട്ടുതരാം. വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാരിഷ് കൗൺസിലിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ പലരും എൻ്റെ പേര് സൂചിപ്പിച്ചു. അച്ഛൻ അന്ന് പാരിഷ് കൗൺസിലിൽ പറഞ്ഞ വാക്കുകൾ എന്നെ ഏറെ വേദനിപ്പിച്ചു. അവസാനം പറഞ്ഞ കാര്യം, അപ്പോൾ കപ്പയാരുടെ പണി കിട്ടാതിരുന്നത് ദൈവേഷ്ടമായിരുന്നു. അതിൻ്റെ പേരിൽ ഇന്ന് പല നാടുകളിൽ ചെന്ന് വിശുദ്ധ കുർബാനയുടെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ക്ലാസ് എടുക്കാൻ പോയി. തൻ്റെ പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ഓസ്ട്രേലിയ മെൽബൺ വരെ പലരും വാങ്ങിക്കുകയും വിതരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതാണ് പ്രത്യേകത. അപ്പം നമുക്കൊക്കെ അങ്ങനെ ഒരു വിളിയുടെ ഈശോ മിശിഹാ ഉദ്ദേശിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള വിളിയുടെ ഉള്ളിലൊരു വിളിയുണ്ട്. എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ വരെ എത്തിയിരിക്കുന്നു. അതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കുർബാനയിൽ ഇവർ ഓശാന പാടുന്ന ആ സമയത്ത് അച്ഛൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് മാലാഖമാരുടെ എൻ്റെ സ്ഥിതി എത്ര ദുർഭകം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, എൻ്റെ അധരങ്ങൾ അശുദ്ധമാകുന്നു, അശുദ്ധമായ അധരങ്ങളിലുള്ളവരുടെ മധ്യയെ ഞാൻ വസിക്കുകയും ചെയ്യുന്നു, എൻ്റെ കണ്ണ് ദർശിച്ചു, ഈ സ്ഥലം തമ്പുരാൻ ശരിക്കും ഉള്ളത് തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് മനുഷ്യരെ സ്വർഗവുമായി ബന്ധിപ്പിച്ച് അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞ അവസാനിക്കുന്നു. അവിടെ ഈ കാര്യമുണ്ട്, മാലാഖമാരെ കമ്മട്ടിലച്ചും കുർബാന അർപ്പിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരുടെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റും കൊടുക്കും.
അപ്പോൾ അത് വികാരിച്ചനാണ് നിർവഹിക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വാർഷികം ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് സമ്മാനം കൊടുക്കുന്ന ഒരു ഭാഗമാണത്. മാതാവിന്റെ മക്കളുടെ നമ്മുടെ മാതൃവേദിയുടെ വാർഷിക പരിപാടിയായിരുന്നു. പക്ഷേ വലിയ രീതിയിലൊന്നുമല്ല നമ്മൾ വാർഷികം നടത്തിയിട്ടുണ്ടായിരുന്നത്, ചെറിയ രീതിയിലായിരുന്നു. നമുക്കൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വാർഷികം നടന്നത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.